പഞ്ചായത്ത് ഓഫീസിലുള്ള വഴി ഗൂഗിളിൽ പിടുത്തം കിട്ടാത്ത ഏരിയ ആണത്. പിന്നെ നിങ്ങൾക്ക് എത്രത്തോളം ടൗണിലേക്കൊന്നും പോകണ്ടല്ലോ അല്ലേ, പഞ്ചായത്ത് ഓഫീസിൽ പോയാൽ മതി അല്ലേ. ഇവിടുന്ന് സ്ട്രെയിറ്റ് പോവാ, അവിടെ നിന്ന് ഒരു ഡൈവേഷൻ ഉണ്ട്, അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പാലമുണ്ട്, പാലം കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ്. ഏട്ടാ ആ വഴിക്കൊന്നും പോണ്ട, റോഡേ റോഡായി കിടക്കാണ്. നിങ്ങൾക്ക് അവിടെയൊക്കെ പഞ്ചായത്തിക്കല്ലേ പോണ്ടത്? ഇതിന്റെ കൂട്ടം കേട്ടിട്ടേ പോവാന്ന് കണ്ട പെടും നിങ്ങൾ അവിടെ. ഏട്ടാ ഇവന് ഭ്രാന്താണ്. ആ റോഡ് ഒറ്റ കുഴപ്പമില്ല, നമുക്ക് വണ്ടിക്ക് നടന്നു പോകാനൊക്കെ സുഖമായിട്ട് പോകാൻ പറ്റും, മനസ്സിലായി. വലിയ വണ്ടിക്ക് പോകാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ ആ വഴി പോകണം 4-5 കിലോമീറ്റർ ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ, മനസ്സിലായി. ഇവന്റെ കൂട്ടം കണ്ട് നിങ്ങൾ പോകാൻ നിൽക്കണ്ട, നിങ്ങൾ കറക്റ്റായിട്ട് പോകും, നല്ല ലാഭമാണ് ആ വഴി കൂടെ പോയാൽ മതി. ഏട്ടാ ഇവന്റെ കൂട്ടം കേൾക്കണ്ട. നീ ഒരിക്കൽ കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ഒരാളിനെ അതിൽ കൂടെ പറഞ്ഞയച്ചിട്ടേ നമ്മളെ പോയി എടുത്തിട്ട് വന്നില്ല, JCB വന്നിട്ടല്ലേ പൊക്കിട്ട് വന്നത്. JCB വന്നത് എന്തിന്? റോഡ് പണിക്ക്, അല്ലാണ്ട് മറ്റേ വണ്ടി നീ നടന്നാ പോയത് കൂടെ. കേട്ടോ സുഖമായിട്ട് പോയിക്കോളൂ, ഒറ്റ കുഴപ്പമില്ല, വണ്ടി കൊണ്ട് സുഖമായിട്ട് പോകാം, നടന്നും പോകാം, ഒറ്റ കുഴപ്പമില്ല. ഏട്ടാ വെറുതെ വെറുതെ നിങ്ങൾ കറങ്ങാൻ നിൽക്കണത് ഞാൻ പറയണം. സുഖമായിട്ട് പോവാം. എന്തിനാ അയാൾ പഠിച്ചിരിക്കുന്നത്? എന്തിനാ പഠിച്ചിരിക്കുന്ന അയാൾ? എന്നാണ് നിങ്ങളുടെ ഈ പാർട്ടിക്കാരെ ഈ പഞ്ചായത്തിന് ഭരണം ഒഴിയണം, അന്ന് ഈ റോഡും പാലൊക്കെ നേരാവുള്ളൂ. പിന്നെ എടാ പുതിയ പാലും റോഡും വരുന്ന സമയത്തേ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് സമരം ചെയ്ത ആൾക്കാരില്ല നീയും നിന്റെ പാർട്ടിക്കാരും. നീ ഇതിന്റെ ഇടയിൽ രാഷ്ട്രീയം കളത്തണ്ടാ. രാഷ്ട്രീയം പറഞ്ഞ എനിക്കും കുറെ പറയാനുണ്ട്. മനുഷ്യന്മാരും മനുഷ്യത്വം ഉള്ളവിടെ രാഷ്ട്രീയവും രാഷ്ട്രീയക്കാരും ഉണ്ടാവും, മനസ്സിലായില്ലേ? മനുഷ്യത്വം അപ്പൊ ഞങ്ങൾക്കില്ലാന്നാ നിങ്ങൾ പറയണേ. നിങ്ങളുടെ മനുഷ്യത്വം കണ്ടു. ആ കണ്ണ് കാണാത്തവർക്ക് വീട് കെട്ടാൻ വേണ്ടിട്ട് ഈ പഞ്ചായത്ത് മുഴുവൻ ആളുകളുടെ പൈസ തിരിച്ചെടുത്തിട്ടേ അതിന്റെ പകുതി പൈസ നിങ്ങൾ അടിച്ചു മാറ്റിയടാ. എന്നിട്ടാണ് നീ എന്റെ അടുത്ത് മനുഷ്യത്വം പറയണത്. ഇവരറിയും. അല്ലെങ്കിലും എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമ്പോ അതിനെ വഴിമുടക്കി നിൽക്കുന്ന നിങ്ങളെ പോലെയാണ് നമ്മുടെ നാടിന്റെ ശാപം. ഞാൻ ചോദിക്കാനേ, ഈ പാലം പണിയും റോഡ് പണിയും വരുമ്പോ മാത്രം നിങ്ങളുടെ വീട്ടിൽ കല്യാണം കാതുകൊട്ടോ പെരപ്പണിയൊക്കെ നടക്കണോ? അതെന്താ അതിന്റെ കുട്ടൻസ്? പിന്നെ നീ കൊത്തി മരത്തിക്കൽ കൊത്തണ്ടാ. ആ പനങ്ങാട് സ്വന്റെ കല്യാണം മുടക്കിയത് നീയല്ലേ? ആ പെണ്ണ് വീട്ടുകാർ ഇവിടെ വന്ന് വീട് ചോദിച്ചപ്പോ വീട് പറഞ്ഞു കൊടുക്കാണ്ട് നീ അവനെ കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞു കൊടുത്ത് അവന്റെ കല്യാണം മുടക്കിയത് നീയല്ലേ? അതാ സൂര്യ എല്ലാ ദിവസവും ഈ വഴിക്കല്ലേ ബാറിലേക്ക് പോണത്. അത് ഞാൻ അവരോട് പറഞ്ഞു. ബാറിലാണ് പണിയെന്ന് അവരോട് പറയുമ്പോഴേക്കും അത് കേൾക്കാണ്ട് പോയത് എന്റെ കുറ്റമാണ്. നിന്നെ പോലുള്ള വഴി മുടക്കികളും കല്യാണം മുടക്കികളാണ് ഈ നാടിന് ശാപം. ഞാൻ പാവപ്പെട്ടവന്റെ കാശ് കയ്യിട്ട് വരുന്ന നിന്നെ പോലുള്ള ശാപം. അതേ പുറത്തുനിന്ന് നമുക്ക് ഏറ്റവും മരുന്നിന് 300 രൂപ ആയിട്ടുണ്ട്. 150 രൂപ എനിക്ക് തരണം. നമ്മൾ ചായ കുടിച്ചില്ലേ, അതിന്റെ ഒരു 30 വേണം. 10 രൂപ ഞാൻ തരാം. മരുന്നിനൊക്കെ എന്താ വില? പാവപ്പെട്ടവർക്ക് എങ്ങനെ ഹോസ്പിറ്റലിൽ പോവുക? എന്താ ആശുപത്രി പോയിട്ട് വരികയാണ്? അല്ല, ഉത്രാളിക്കാവ് പൂരത്തിന് പോയിട്ട് വരിക. അല്ലാട്ടാ, ഈ തില്ലങ്കാട് ചന്ദ്രേട്ടന്റെ വീട് ഏതാണ്? തില്ലങ്കാട് ചന്ദ്രേട്ടന്റെ വീടല്ലേ? അതവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നേരെ വളവ് തിരിഞ്ഞ് 4ാമത്തെ വീട്. തില്ലങ്കാട് ചന്ദ്രേട്ടന്റെ വീട് ഇവിടെ അല്ല, അയാൾ തേങ്കുറിച്ച് മാറി ഇവിടെ മൂലങ്കോട് ചന്ദ്രേട്ട. ഇവരുടെ കൂട്ടം കേൾക്കണ്ട. ഞാൻ എന്ത് പറഞ്ഞാൽ നീ തർക്കത്തിൽ മൂലങ്കോട് ചന്ദ്രേട്ടന്റെ വീട്ടിലേക്ക് പോയിട്ട് നീ നാടൻ കേട്ടപ്പോ വെറുതെ പറയുന്നത് ഇവരിന് തമ്മിത്തല്ലേ ഈ ജമ്മതി തീരില്ല. ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും.